നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. പമ്പുകളിൽ ഇന്ധനമല്ലാതെ എന്തൊക്കെ കിട്ടും? ശുചിമുറി, ശുദ്ധജലം, കാറ്റ് എന്നിവ സൗജന്യമാണ്. പെട്രോൾ പമ്പിലെ ശുചിമുറി തുറന്ന് കൊടുക്കാത്തതിൽ ഉപഭോക്തൃ കോടതി പമ്പുടമയ്ക്ക് 1,65,000 രൂപയാണ് പിഴയിട്ട് കഴിഞ്ഞ ദിവസമാണ്. പമ്പുകളിൽ സൗജന്യവും അല്ലാത്തതുമായ സേവനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് അറിയാം. ഒന്നാമതായി ശുചിമുറി. പെട്രോൾ പമ്പുകളിലെ ശുചിമുറി യാത്രക്കായി തുറന്നു കൊടുക്കണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ശുചിമുറികൾ വേണം. ഇവ വൃത്തിയായി സൂക്ഷിക്കണം. ഇവ ഇന്ധനം വാങ്ങാൻ വരുന്നവർക്ക് മാത്രമുള്ളതല്ല, എല്ലാ യാത്രക്കാർക്കും ഉപയോഗിക്കാമെന്ന് നിർദ്ദേശമുണ്ട്. രണ്ടാമതായി ശുദ്ധജലം. പമ്പുകളിൽ കുടിക്കാൻ ശുദ്ധജലം ലഭ്യമാക്കണം എന്ന് നിയമമുണ്ട്. മൂന്നാമത് എയർ. വാഹനങ്ങളുടെ ടയറിലെ പ്രഷർ പരിശോധിച്ച് കാറ്റ് നിറയ്ക്കുവാൻ സൗകര്യം വേണം. നൈട്രജൻ സൗജന്യമായി നൽകാൻ നിർദ്ദേശമില്ല. നിർബന്ധിതമല്ലാത്ത സേവനങ്ങൾ. പാർക്കിംഗ്. പമ്പ് ഉടമകളുടെ അനുവാദത്തോടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. ഗ്ലാസ് ക്ലീനിംഗ്. ഇന്ധനം നിറയ്ക്കുന്ന സമയത്തിനിടെ ചില പമ്പുകളിൽ വാഹനത്തിൻ്റെ ഗ്ലാസ് വൃത്തിയാക്കും. ഇത് നിർബന്ധിത സേവനമല്ല. ഓയിൽ. എൻജിൻ ഓയിൽ ലഭ്യമാക്കിയിട്ടുള്ള പമ്പുകളുണ്ട്. സൗജന്യമായോ അല്ലാതെയോ ഈ സേവനം പമ്പ് ഉടമകൾക്ക് ലഭ്യമാക്കാം. എല്ലാ പമ്പിലും വേണമെന്ന നിർദ്ദേശമില്ല. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.